മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ മാതൃകാ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് തറക്കല്ലിട്ടത്. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ 7 മാസത്തിനപ്പുറം ദുരന്തബാധിതർക്ക് സ്നേഹവീടുകൾ ഒരുങ്ങും. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറയുകയും ചെയ്തു. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഇത്തരം വീടുകളാണ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി 1000 ചതുരശ്ര അടി വീതം വിസ്തീർണത്തിൽ നമ്മൾ പണിയുന്നത്. സ്പോൺസർഷിപ്പിനുള്ള അവസരവുമുള്ള ഒരു പോർട്ടൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ ലോഞ്ച് ചെയ്യുകയാണ്. പ്രോജക്ടിന്റെ എല്ലാ വിശദാംശങ്ങളും അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്ന ഒരു സ്പോൺസർഷിപ്പ് പോർട്ടലാണ് ഇത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. ഭരണ പ്രതിപക്ഷാംഗങ്ങളും ഒപ്പം പൗരപ്രമുഖരുമെല്ലാം പങ്കെടുത്ത ചടങ്ങിലാണ് ഈ തറക്കല്ലിടൽ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ പുനരധിവാസ പട്ടികയിൽ ചിലരെയൊക്കെ വിട്ടുപോയി എന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ വിട്ടുപോയവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. Unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. എന്തായാലും ഈ പുനരധിവാസ സഹായത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഈ ചടങ്ങിൽ ഉയർന്നു കേട്ടത്. അതിലിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും വി.ഡി. സതീശനും ഏത് രീതിയിലാണ് ആ പ്രതികരണം നടത്തിയത് നമ്മൾ കേട്ട് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ സുജിത്ത് അയ്യപ്പത്ത് നൽകും വയനാട്ടിൽ നിന്നും. സുജിത്ത്, അങ്ങനെ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീട് എപ്പോൾ ഏത് രീതിയിൽ ഒരുങ്ങും എന്നുള്ളതാണ്. അതിന് തടസ്സങ്ങളായി മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് അടക്കം ചില ഹർജികൾ ഹൈക്കോടതിയിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാർ നിലപാട് എന്താണ്? ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക? പ്രജിൻ, ആശങ്കകൾ, ആവലാതികൾ, ഒപ്പം തന്നെ അഭ്യൂഹങ്ങൾ, ഇതെല്ലാം ഒടുവിലാണ് ഇത്തരത്തിലൊരു തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എത്തി തറക്കല്ല് ഇട്ടു. മാതൃകാ ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് 64 ഹെക്ടർ ഭൂമിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭാഗമായി ഏറ്റെടുത്തത്. 26 കോടി രൂപയാണ് ഈ എസ്റ്റേറ്റിനായി കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. കൂടുതൽ തുക വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീകാത്മകമായി ഇത്തരത്തിൽ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നടപടിക്രമങ്ങളിൽ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി ഉറച്ച് പറയുന്നതും അതുതന്നെയാണ്. കാരണം കോടതി ഇന്നുവരെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെ ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. ഇവിടെ 430ഓളം വീടുകൾ നിർമ്മിക്കുക എന്നുള്ള തരത്തിലുള്ള ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. 402 ഗുണഭോക്താക്കളെ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ പട്ടികയുടെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കുറേ ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തും സമാനമായ രീതിയിൽ തന്നെ പുനരധിവാസ നടപടികൾക്കായി വീടുകൾ പണിയുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിയുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തബാധിതരിൽ ചിലരെങ്കിലും ആ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്വാഭാവികമായുള്ള ഒഴിവുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ആളുകളെ ഇവിടെ പരിഗണിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരേ
പോലെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടുകൂടി സംസാരിക്കുന്ന ഒരു ഇടപെടലാണ് ഉണ്ടായത്. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസമാണ്. ഇത്ര കാലമായി ഇത് വൈകുന്നു, പുനരധിവാസ നടപടികൾ വൈകുന്നു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് നിയമതടസ്സം അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും കോടതിയെ സമീപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന്, മാതൃകാ ടൗൺഷിപ്പിന് തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിനെ തോൽപ്പിക്കാൻ ഒരു ദുരന്തത്തിനും കഴിയുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പല ഘട്ടങ്ങളിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ ദുരന്തത്തിൽ എന്നുള്ളതാണ്. നാടിൻ്റെ ഐക്യം, ഒരുമ എന്നതുകൊണ്ട് അസാധ്യമായ എന്തിനേയും സാധ്യമാക്കുന്ന നടപടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതൊരു അപൂർവ നിമിഷം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദേശീയ അന്തർദേശീയ മാതൃകയിലാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക. കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല എന്നുള്ള നിരാശ കൂടി മുഖ്യമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. ഈ അസാധാരണ ദേശീയ ദുരന്തം എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള വലിയൊരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. എന്നിട്ടും ഇതിനെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായത്. എന്തായാലും ഇത് കേരളത്തിൻ്റെ തനത് മാതൃകയായി ഇത് വിലയിരുത്തപ്പെടും. ഈ മാതൃക ടൗൺഷിപ്പ് ജനം ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിനെ അതിജീവിക്കും, എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളെയും അതിജീവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹത്തായ സന്ദേശം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 20 കോടി രൂപ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകും എന്നുള്ള ആ ഒരു ഓഫർ മുന്നോട്ട് വെച്ചുള്ള ആ കത്ത് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ വായിച്ചു. എന്തായാലും ഇതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഒന്നിച്ചു നിന്നാണ് നാടിൻ്റെ ദുരന്തത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചത്. സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ചെറിയ കുറ്റങ്ങൾക്ക് പിറകെ സൂക്ഷ്മദർശിനിയുമായി ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്ന നിലയുണ്ടായി. കേന്ദ്രത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അതിൽ കേന്ദ്രം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഒരു സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് സങ്കടകരവും പ്രതിഷേധാർഹവുമാണെന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി. എന്തായാലും സിദ്ധരാമയ്യയുടെ കത്ത് വായിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളും ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം കൂടി വി ഡി സതീശൻ നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. അവരും സമാനമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലില്ല എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുകയാണുണ്ടായത്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ തന്നെ ഈ പുനരധിവാസത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിനെ കാണാൻ കഴിയുന്നു. അതിൽ കേരളത്തിൻ്റെ പരിച്ഛേദം എന്നുള്ള നിലയിൽ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള സമ്പന്നമായ വേദിയായിരുന്നു. ദുരന്തബാധിതരോട് നമ്മൾ സംസാരിച്ചു. അവരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയിലാണ്. പക്ഷേ ഇനിയും പടവെട്ടിക്കുന്നും അതോടൊപ്പം റാട്ടപ്പാടിയും അട്ടമലയും അടക്കമുള്ള ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് ഭയമുണ്ട്. അവിടെ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ പുനരധിവാസം നൽകാനുള്ള നടപടി, അതായത് ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി പുനരധിവാസം നൽകാൻ, വീടുകൾ നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ദുരന്തബാധിതർ ഒന്നടങ്കം പറയുന്നത്. അവരെ മാറ്റി നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ റാട്ടപ്പാടിയും ഒപ്പം തന്നെ പടവട്ടിക്കുന്നും സ്കൂൾ റോഡിൻ്റെ ചില ഭാഗങ്ങളും വില്ലേജ് റോഡിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടെ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങൾ ഇതിനകത്തേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ആ ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ദുരന്തബാധിതർ പങ്കുവയ്ക്കുന്നത്. പ്രജിൻ, സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.